യേശുവിനെ കണ്ടുമുട്ടിയ ജെറീക്കോയിലെ അന്ധനായ ഭിക്ഷക്കാരനായ ബർത്തിമായി. ഈ ബർത്തിമായുടെ സൗഖ്യത്തെക്കുറിച്ചാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ പേരെടുത്തു പറയുന്ന ഒരേയൊരു അന്ധനാണ് ഈ ബർത്തിമായി. ദൈവത്തിന്റെ സ്വഭാവം സുഖപ്പെടുത്തുക എന്നതാണ്. സകല മനുഷ്യരും രക്ഷിക്കപ്പെടുകയും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹമായിരുന്നു അത്. അന്ധനായ മനുഷ്യൻ ആത്മീയമായും ശാരീരികമായും പൂർണ്ണനാകേണ്ടതിന്റെ ആവശ്യകത ദൈവമെന്ന നിലയിൽ യേശുവിനറിയാം. ഇവിടെ മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ശിഷ്യന്മാർ പറഞ്ഞിട്ടും ആ തടസ്സത്തെ മറികടന്ന് യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കരുണ തോന്നണമേ എന്ന് ആ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ യേശു ആ മനുഷ്യന്റെ മുന്നിൽ നിന്നു. അതെ, സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ മുന്നിൽ നിൽക്കുന്ന അസുലഭമായ ഒരു നിമിഷം. വിശ്വാസത്തിന്റെ എത്ര ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചതുകൊണ്ടായിരിക്കാം യേശു ആ മനുഷ്യന്റെ മുന്നിൽ നിന്നത്. ശിഷ്യന്മാരും കൂട്ടരും പടകിൽ യാത്ര ചെയ്തിരുന്നപ്പോൾ യേശു ആ പടകിൽ ഉറങ്ങുകയായിരുന്നു. കൊടുങ്കാറ്റ് പടകിൽ അത്രമേൽ ആഞ്ഞടിച്ചിട്ടും വെള്ളം ഇരച്ചു പടകിൽ കയറിയപ്പോഴും പടക് ആടി ഉലഞ്ഞപ്പോഴും യേശു ഉണർന്നില്ല. എന്നാൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ശിഷ്യന്മാരുടെ നിലവിളി കേട്ട് യേശു ഉണർന്നു. അതെ, തൻ്റെ മക്കളുടെ നിലവിളിയെ മറികടന്നു പോകുവാൻ യേശുവിന് ഒരിക്കലും സാധിക്കുകയില്ല. പുറമേയുള്ള കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും ഉൾക്കാഴ്ചയുള്ള മനുഷ്യനായിരുന്നു ഈ അന്ധൻ. അതുകൊണ്ട് തന്നെ ശാരീരികമായ കാഴ്ച മാത്രമല്ല, യേശുവിനെ രക്ഷകനായി തിരിച്ചറിയാനുള്ള ആത്മീയ കാഴ്ചയും ഈ മനുഷ്യന് ലഭിച്ചു. മിണ്ടാതിരിപ്പാൻ പലരും ശാസിച്ചിട്ടും തനിക്ക് സൗഖ്യം ലഭിക്കണമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഉറക്കം നിലവിളിക്കുന്നത്. യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യം ലഭിക്കുമെന്ന് ഈ മനുഷ്യന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് യേശു അവനെ വിളിച്ച ഉടനെ തൻ്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നത്. ഇനി ആ പുതപ്പ് എൻ്റെ ജീവിതത്തിൽ തനിക്ക് ആവശ്യമില്ലെന്ന് തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് മനുഷ്യൻ ഉറച്ചിരുന്നു. യേശുവിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഉറക്കം നിലവിളിക്കുന്നത് എത്ര ലജ്ജാകരമായിരുന്നാലും തൻ്റെ അപേക്ഷ യേശു കേൾക്കണമെന്ന് ആ മനുഷ്യന് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്നാണ് യേശുവിൻ്റെ ചോദ്യം. അന്ധനായ ഈ യാചകന് ഒരു തൊഴിലും ഉണ്ടായിരുന്നില്ല. ഒരു തൊഴിൽ പഠിക്കാൻ അവൻ്റെ സാഹചര്യവും അവനെ അനുവദിച്ചു കാണത്തില്ല. അവൻ അറിയാവുന്നത് ഈ യാചന മാത്രമായിരുന്നു. യേശുവിൽ വിശ്വസിക്കുവാനുള്ള വിശ്വാസവും രോഗശാന്തിക്കും കാഴ്ചയ്ക്കും വേണ്ടി യേശുവിനോട് നിലവിളിക്കാനുള്ള ധൈര്യവും ഈ മനുഷ്യനുണ്ടായിരുന്നു. യേശു ആ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ആഴം അളന്ന് യേശു അവൻ്റെ അടുക്കിലെത്തിയപ്പോൾ അവൻ്റെ ജീവിതം തന്നെ മുഴുവൻ മാറി. എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്നുള്ള ആവശ്യത്തിന് മുന്നിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നായിരുന്നു യേശുവിൻ്റെ പ്രതികരണം. ഉടനെ തന്നെ ആ മനുഷ്യൻ കാഴ്ച പ്രാപിച്ച് യേശുവിനെ അനുഗമിച്ചു. ദീർഘനാളായി അന്ധതയിൽ ജീവിതം നയിച്ച എന്താണ് പ്രകാശമെന്നറിയാത്ത ആ കുരുടന്റെ നിലവിളിയിൽ യേശു മനസ്സലിഞ്ഞ് സൗഖ്യം കൊടുക്കുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം താനാണെന്ന് ഈ സൗഖ്യത്തിലൂടെ യേശു വെളിപ്പെടുത്തുകയാണ്. ഇന്നും നമുക്ക് കാഴ്ച വളരെ വിശാലമായിട്ടുണ്ട്. എന്നാൽ ഈ മനുഷ്യനെ പോലെ യേശുവിനെ കുറിച്ചുള്ള ആത്മീയമായ ഒരു കാഴ്ചയുടെ തലത്തിൽ നാം എത്തിയിട്ടുണ്ടോ? അതോ ആത്മീയമായ അന്ധതയിലാണോ നാം ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മനുഷ്യൻ നിലവിളിച്ചതുപോലെ യേശു ദാവീദിന്റെ പുത്രനാണെന്നും ദൈവപുത്രനാണെന്നും എന്നോട് കരുണ കാണിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ ഉറപ്പ് നമുക്കുണ്ടോ? ആഴമായി അന്ധമായി യേശുവിൽ വിശ്വസിക്കുവാൻ തരത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധം നമ്മളിൽ വളർന്നിട്ടുണ്ടോ? നമ്മളെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ഈ ബർത്തിമായുടെ വിശ്വാസം നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രചോദനമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.